മറ്റൊരു മലയാള ചിത്രം കൂടി ആഫ്റ്റർ തിയേറ്റർ റിലീസായി OTTയിലേക്ക്. ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടിഗർ എന്ന ചിത്രമാണ് ഇടവേളയ്ക്ക് ശേഷം സ്ട്രീമിങ്ങിന് ഒരുങ്ങുന്നത്. 2024 മെയ് മാസത്തിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഇത്. 40 കോടിയായിരുന്നു ബജറ്റ്. സിനിമയ്ക്കുള്ളിലെ സിനിമാ പ്രേമിയാക്കിയ ചിത്രം ആഫ്റ്റർ തിയേറ്റർ റിലീസായി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ എത്തുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അത് സംഭവിച്ചില്ല. ഇപ്പോഴിതാ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം എത്തുന്നത്. സൈന പ്ലേ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് നടിഗർ സ്ട്രീമിംഗ് നടത്തുക. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിനു ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നടിഗർ. അലൻ ആന്റണി, അനൂപ്, വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗോഡ് സ്പീഡാണ് ചിത്രം നിർമ്മിച്ചത്. തെലുങ്ക് നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സിന്റെ വൈ നവീനും വൈ രവിശങ്കറും ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. വിവിധ ലൊക്കേഷനുകളിലായി 120 ദിവസത്തോളം ചിത്രീകരണം നീണ്ട സിനിമയുമായാണ് ഇത്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രവുമായാണ് ടൊവിനോ തോമസ് ചിത്രത്തിലെത്തുന്നത്. കഴിഞ്ഞ 7-8 വർഷക്കാലമായി അഭിനയ മേഖലയിൽ സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന ഡേവിഡ് പടിക്കലിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നുവരുന്നു. ഇത് തരണം ചെയ്യാനായി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് നടിഗർ തിലകത്തിലൂടെ ലാൽ ജൂനിയർ അവതരിപ്പിക്കുന്നത്. ടൊവിനോയ്ക്കൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിറാണ്. ബാല എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ടൊവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും നടിഗർ തിലകത്തിനുണ്ട്. ഭാവന നായികയാകുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, അനൂപ് മേനോൻ, ഷൈൻപാം ചാക്കോ, അജു വർഗീസ്, ശ്രീനാഥ് ബാസി, ലാൽ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഇന്ദ്രൻസ്, മധുപാൽ, ഗണപതി, അൽതാഫ് സലീം, മണിക്കുട്ടൻ, ശ്രീജിത്ത് രവി, സഞ്ജു ശിവറാം, അർജുൻ, വീണ നന്ദകുമാർ, ഖാലിദ് റഹ്മാൻ, പ്രമോദ് വെളിയനാട്, ഇടവേള ബാബു, ബൈജുക്കുട്ടൻ, അരുൺ കുര്യൻ, ഷോൺ സേവ്യർ, രഞ്ജിത്ത്, തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ, മാല പാർവതി, ദേവിക ഗോപാൽ നായർ, ആരാധ്യ, അഖിൽ കണ്ണപ്പൻ, ഖയസ് മുഹമ്മദ്, ജസീർ മുഹമ്മദ് എന്നിങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്.